ഇന്ന് അഗ്രി പോയിന്റിലേക്ക് ഒരു അതിഥി ഉണ്ട്. ഒരു മൂന്നാമത്തെ ബാച്ചിൽ ആണെന്ന് തോന്നുന്നു സാറ് ട്രെയിനിങ് കഴിഞ്ഞത്. ജൂലൈ 5-നാണ്. ജൂലൈ 5-നായിരുന്നു. അപ്പോ അന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പോയതിനു ശേഷം ഉണ്ടായ ഒരു മാറ്റങ്ങളെ കുറിച്ചൊന്ന്. നോർമലി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വന്നത് പിന്നെ ഫുഡ് വേസ്റ്റിന്റെ ഇതിനാണ് വന്നത്. പക്ഷെ അതിന്റെ വേറൊരു തലങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതിനോട് അനുബന്ധിച്ച് നിങ്ങളടുത്ത് അതിന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതിന്റെ സൊല്യൂഷനും നിങ്ങളടുത്ത് മറ്റുള്ളവർ പ്രോപ്പറായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും പ്രോപ്പറായിട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ നിങ്ങളായിട്ട് ഒന്നും കൂടി സ്റ്റഡി ചെയ്യാനാണ് പോയി വന്നത്. അതോടൊപ്പം തന്നെ അതിനുള്ള പിന്നെ ട്രീറ്റ് നിങ്ങളെടുത്തുള്ള ഈ പറഞ്ഞ മാതിരി പിന്നെ സ്ലഡ്ജിൻ്റെതും പിന്നെ സെപ്റ്റിക് ട്രീറ്റിൻ്റെതും അതെല്ലാം ആ പ്രൊഡക്റ്റ് നല്ല എഫക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതൊന്ന് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത്. കാരണം ഇപ്പം പ്രോപ്പറായിട്ട് കിട്ടാത്ത ഒരു സൊല്യൂഷനാണ് ഇതിലൂടെ കൊടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങളിരുന്ന് പഠിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഇതിലേക്ക് ഒന്ന് കുറച്ചും കൂടി സെപ്റ്റിക് ട്രീറ്റിന്റെയും മറ്റേ വേസ്റ്റ് വാട്ടറിന്റെയും ഇതിലേക്ക് എന്തായാലും. അപ്പൊ സാറ് നമ്മളുടെ ട്രെയിനിങ് കഴിഞ്ഞ് പോയതിന് ശേഷം സാറിന്റെ ഒരു അവിടെ കോഴിക്കോട് ചെയ്യാനായിട്ട് നമ്മളുടെ പ്രോഡക്റ്റുകൾ സാറിന്റെ ഒരു സംരംഭമായിട്ട് തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും അഗ്രി പോയിന്റിനെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മളിലൂടെ ഒരാളൊരു സംരംഭം ചെയ്തു എന്ന് പറയുന്നത് അഗ്രി പോയിന്റിനെ സംബന്ധിച്ചൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് സാറിന് മാറിയത് എനിക്ക് തോന്നുന്നു അത്രയും നമ്മളൊരു യൂസ്ഫുൾ ആണെന്നുള്ള നോളജ് തന്നെയാണ്. എനിക്ക് നേരത്തെ ഇതിന് ഇത്രയും ഡീപ്പായിട്ടുള്ള നോളജ് ഒന്നും കിട്ടിയിട്ടില്ല, ബേസ് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളെടുത്തുനിന്ന് വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നതും അത് അതിന്റെ ആ തലങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ച് അതിന്റെ പ്രോപ്പറായിട്ട് ജനങ്ങൾ ഇപ്പം തന്നെ ഞാൻ ഇപ്പം നോർമലി വേസ്റ്റ് ബിന്ന് വീടുകളിൽ ഉപയോഗിക്കുന്നതിന്റെ ഫാൾട്ട് നിങ്ങളെടുത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി. പലരും ഉപയോഗിക്കുന്നത് റോങ്ങിലാണ്. ഈ പിന്നെ റിങ്ങിനെ കൊണ്ട് ഇടുന്ന വേസ്റ്റ് റിങ്ങിൽ കൊണ്ടുപോയി ഇടുന്നത് അത് നമ്മളെ കുടിവെള്ളത്തിന് പോലും നമ്മളെ കിണറിലെ വെള്ളത്തിന് പോലും എഫക്റ്റ് ആകുന്നത് ഇപ്പോൾ ഞങ്ങളെ ഇതിലൂടെ ഇങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അത് പ്രോപ്പർ അല്ല. അത് ജനങ്ങളെ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മളെ വെള്ളം തന്നെ കേടുവരാണ്. അതേമാതിരി തന്നെ ചില ആളുകള് പിന്നെ ഈ മറ്റേ ഗ്രൈൻഡർ വാഷ് ബേസ് മറ്റേ സിങ്കിന്റെ വെച്ചിട്ട് അത് നമ്മള് പറഞ്ഞ മാതിരി തന്നെ നമ്മളെ വേസ്റ്റ് ടാങ്കിന് കേടുവരുത്തുന്നതും അത് അതിന്റെ പ്രോപ്പർ പ്രവർത്തനത്തിന് തടസ്സാവുന്ന രീതിയിലേക്കാണ് അത് ചിലവരിപ്പോ യൂസ് ചെയ്തത്. കാരണം കുറച്ച് ഒരു നല്ല ഒരു ഫ്ലാറ്റുകളിലുള്ള ഫാമിലിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിലവർ. അപ്പൊ അതും പ്രോപ്പർ അല്ല. അപ്പൊ അതൊക്കെ നിങ്ങളെ എത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പിന്നെ എല്ലാരും വേസ്റ്റ് ടാങ്കും പിന്നെ മറ്റേ സെപ്റ്റിക് ടാങ്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പർ ആണോ എന്നുള്ളത് പലർക്കും അറിയുന്നില്ല. അപ്പൊ അത് നമ്മൾ ജനങ്ങളിലേക്ക് അതിന്റെ ഒരു പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് അതിന്റെ മറ്റുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഇല്ലാതാക്കാനും നമ്മൾ ജനങ്ങളിൽ അത് പ്രോപ്പറായിട്ടുള്ള നോളജ് കൊടുക്കുന്ന അതിന്റെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു ഇതാണ്. ഇപ്പൊ 3 പ്രോഡക്റ്റ് ആണ് ശരിക്കും നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുക. ഒന്ന് സ്ലഡ്ജ് എടുത്തു, ഒന്ന് സെപ്റ്റിക് എടുത്തു, പിന്നെ ശരിക്കും നമ്മളുടെ ഇനോക്കുലം നമ്മളുടെ കമ്പോസ്റ്റിന്റെ പ്രോഡക്റ്റിന്റെ 3 ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഇതിന് എടുത്തിരിക്കുന്നത്. ഇപ്പൊ സാർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല പിന്നെ ഇപ്പൊ നിങ്ങളെ ഈ സ്ലഡ്ജിൻ്റെതൊക്കെ ഈ ഓഡിറ്റോറിയം ഹോട്ടലുകള് അവർക്കൊക്കെ നല്ലൊരു അവര് നേരിടുന്ന പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ. അപ്പൊ അത് അവർക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അവരെല്ലാരും ടാങ്ക് വലിച്ച് വെള്ളം വെളിയിൽ വണ്ടി വലിച്ചെടുത്ത് കളയുന്നതൊക്കെ ഹെവി എക്സ്പെൻസും കൂടിയാണ്. അപ്പൊ ഇത് നമ്മളെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ അഗ്രി പോയിന്റ് പ്രൊഡക്റ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അത് ജനങ്ങൾക്ക് അതിന് ജനങ്ങൾ ബോധവാന്മാരല്ല ഇത് പ്രൊഡക്റ്റിനെ കുറിച്ച്. അപ്പൊ അത് ആ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മള് ഒരു സൊല്യൂഷൻ ഒരു നല്ലൊരു
ഒരു പ്രോബ്ലത്തിന് നല്ലൊരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ളത്. അതെ അതെ. ഇപ്പൊ നമ്മൾ സാറിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ സാർ ചോദിച്ചത് നമുക്ക് ചിക്കന്റെ വേസ്റ്റിന്റെ സംഭവത്തെ കുറിച്ചാണ് ചോദിച്ചത്. ഇപ്പൊ നമ്മൾ അവിടെ നമ്മൾ നമ്മൾ സാർ ഇന്ന് രാവിലെ വന്ന് വേസ്റ്റ് എത്തിക്കുന്നത് കണ്ട്, ഇന്നലെ വന്നത് കണ്ട്, മിനിഞ്ഞാന്ന് കണ്ട്. അത് കണ്ടിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്താണ്? അത് അപ്പൊ നമ്മള് പിന്നെ ഒരു ചിക്കന്റെ കടയിൽ പോയി കഴിഞ്ഞാല് അങ്ങോട്ട് പോകുന്നതിന്റെ മീറ്റർ ഇപ്പുറത്ത് നമ്മൾ മൂക്ക് പൊത്തി പോണം. ആ വേസ്റ്റ് ആണ് നമ്മൾ നിങ്ങൾ ഇന്ന് കാലത്ത് ഇട്ട വേസ്റ്റ് ആണ്. അതിന്റെ അടുത്ത് പോയിട്ടാണ് നിങ്ങൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിന്റെ പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷൻസും ഒക്കെ പറഞ്ഞു തന്നു. അത് അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ ഈ ഒരു ട്രീറ്റിന്റെ പവർ തന്നെയാണല്ലോ. കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുകൊണ്ട് നല്ല നമുക്ക് ഇത് കമ്പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംശയത്തോടെ ഇത് ചുമ്മാ ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്യണതാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ സാറിന് അത് അങ്ങനെ വന്നിട്ട് തോന്നിയായിരുന്നു? ഇല്ല, അത് നമ്മൾ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്താൽ ശരിക്കും ആർക്കും ബോധ്യപ്പെടും. നമുക്ക് പറഞ്ഞ മാതിരി അവര് രാവിലെ വന്നിട്ട് നിങ്ങൾ ഇട്ട് കഴിയുമ്പോ തന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മാതിരി ഇത് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ സ്മെല്ല് പോകുന്ന തന്നെ ആ ഫീല് അനുഭവപ്പെട്ടാൽ തന്നെ അവരായിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ പ്രവർത്തനം നടന്നതിന്റെ പ്രൂഫല്ലേ അത്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഒരു സാധ്യതയുള്ള മേഖലയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മളത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നല്ലൊരു സംരംഭക സാധ്യതയുണ്ട്. കുറെ ആൾക്കാർക്ക് നമുക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റും, കുറെ ആൾക്കാരുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഉപരി നമുക്കത് പ്രകൃതിക്കും മനുഷ്യനും ഏറ്റവും നല്ലൊരു ഉപകാരമുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണത്തെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് അഗ്രി പോയിന്റിനെ സമീപിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് എടുത്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ട്രെയിനിങ് കോഴ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ്. ഏതൊരു തരത്തിലുള്ള സഹായവും അഗ്രി പോയിന്റിൽ നിന്ന് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കിട്ടുന്നുള്ളതാണ്. നിങ്ങളെ കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നമ്മളൊരു കുടുംബമായിരിക്കും. ഞാൻ നിങ്ങളെ അടുത്ത് വന്ന് ഒരു ട്രെയിനിങ് കഴിഞ്ഞോട് കൂടി തന്നെ എനിക്ക് നിങ്ങളെ അടുത്തുനിന്ന് എന്റെ ഡൗട്ട് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അടുത്തുനിന്ന് ഓരോ നോളജ് കിട്ടിയത് കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലൊരു ഇത് തന്നെയാണ്. നിങ്ങളെ സർവീസ് അവിടെ നിർത്തിയിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും വന്നതിലും ഇത്രയും നേരം സംസാരിച്ചതിലും വളരെ സന്തോഷം.